ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അറ്റ്ലാന്റിക് ഗെയിമിംഗ് ബ്രോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതൊരു ഗാർഡൻ ഓഫ് വെൽവെറ്റിൻ്റെ ചാപ്റ്റർ 1 ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് നമ്മുടെ ചാപ്റ്ററിന് അപ്പോൾ നമ്മൾ സൗണ്ടൊക്കെ കുറച്ചേക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ പ്രശ്നമാകും. അപ്പം ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാപ്റ്ററിന് ഇത് എൻഡ് ആയിരുന്നു. അപ്പോൾ ഇത് അടുത്ത ചാപ്റ്ററാണ് ഗാർഡൻ ഓഫ് വെൽവെറ്റ് 1. അപ്പം ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയ്ക്ക് നിങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്കിനിയും ഇതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് ഗെയിമിങ്ങിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു തീർക്കാതെ നമ്മുടെ ഗെയിമിങ്ങിനോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, എല്ലാ വട്ടം കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഗെയിമിലുണ്ടായിരുന്നു. അന്നേരം എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നു. ഓക്കെ, ഇവിടെ എന്തോ മാറ്റമാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇവിടെ ഒരു ചോര അടിച്ചു അവിടെ. ഓക്കെ, ചുമന്ന. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി. ഓക്കെ ഗൈസ്, ഇതിലോടെ ടൈം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബെൻബെൻ സ്കിൻ ഗാർഡൻ. ഓക്കെ, നമുക്ക് എല്ലാ ഓപ്ഷൻസൊക്കെ ഉണ്ട്. കഫറ്റേരിയ ഇതന്നെ ഈ ഇവനെ ഞാൻ കണ്ടായിരുന്നു ഗൈസ്. ഇവൻ്റെ ഒരു തലയുള്ള ലോക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ചുമന്ന മനുഷ്യൻ തന്നെ. ഇവൻ്റെ പേര് ജംബോ ജോഷ് സീസ് ഈറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ടു ബിക്കം സ്ട്രോങ് ലൈക്ക് മീ. നീ സ്ട്രോങ് ആയാലും എനിക്ക് തന്നെയാടാ. ഇവൻ്റെ പേര് എന്നാ? സ്റ്റിങ്ങർ ഫ്ലിങ് സീസ് ഹാവ് മെനി ആൻസ് അലോ മീ ടു ഹെൽപ്പ് എ ലോട്ട് ആൻഡ് മോർ പീപ്പിൾ. നമുക്ക് ഇവിടെ ഒക്കെ ആദ്യം അങ്ങ് എക്സ്പ്ലോർ ചെയ്തേക്കും. ഇതന്നെ ബട്ടൺ, നമുക്ക് ചാടിയേക്കാൻ പറ്റുമോ? ഓക്കെ, ഇവിടെ എല്ലാവരും ഇതുണ്ട്, പടമുണ്ടോ? ഓ ഗൈസ്, നമ്മളെ മാറ്റാൻ ചുമന്ന മനുഷ്യൻ ഇവർക്ക് വലുതായോ? വെളുത്ത ചേച്ചി. നമ്മൾ കണ്ട് ഇവനെ കണ്ടു, ഇവൻ്റെ തലയുണ്ടായിരുന്നു. പിന്നെ ഈ 3 പേരെ കണ്ടില്ല. ഓക്കെ ഗൈസ്, ക്രിയേറ്റീവ് ഏരിയ. ഇവിടെ എനിക്കൊന്നു നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കീ കാർഡ് വേണം, നമ്മൾ തപ്പി പിടിക്കണം. ഇവിടെ അങ്ങനെ ഉണ്ടാവും. കഫത്ത് ഏരിയ പോയി നോക്കാം ആദ്യം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഇനി അവനെ കൂടെ പോകാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, നമ്മൾ കഫറ്റേരിയ പോയി കണ്ടില്ല. ഇവിടെ മാഞ്ഞാർ താണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി കൊണ്ടേ കുത്താ നീ അവിടെ. എന്നാ തിന്നടോ. സൗണ്ടിൽ പിന്നെ മാറ്റമല്ലോ, ഡോർ തുറക്കുന്നതിൻ്റെ. ഇതന്നെ എനർജിയുടെ ഡ്രോണോ? ഈ ഡ്രോൺ തന്നെ നമുക്ക് എടുക്കടോ. ഇത് റിമോട്ട് റിക്വസ്റ്റ് ടു ബാറ്ററി. നമ്മളോട് ഫുൾ എക്സ്പ്ലോർ ചെയ്യില്ല. ഇവിടെ റിമോട്ടൊന്നും ഇല്ലല്ലോ. ഇതാണ്ട് കഴിച്ച് ബാറ്ററി ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. അടുത്ത ബാറ്ററി ഉണ്ട്, അതാണ്ടിരിക്കുന്നത്. താവാഴേ നമുക്ക് എടുക്കാനും പറ്റുന്നില്ല. ഓക്കെ, 2 ബാറ്ററി ഉണ്ട്. ഡൂറസിലാണോ പാനസോട്ടിക് ആണോ അതോ വേറൊരു ഉണ്ടോ? അതിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ, പവറിൻ്റെ ബാറ്ററി ആണോ? അങ്ങനെ ഞാൻ ഡ്രോണിൻ്റെ മടക്ക് കയറി പറക്കുവോ? ഓ, ഇങ്ങനെ ഇതന്നാ കയറാൻ പറ്റും ഇതിൻ്റെ മണ്ടയ്ക്ക്. പ്രസ് ടെലിപ്പോർട്ട് ഐക്കൺ ടു നിയറസ്റ്റ് റൂമോ? അതെ, ഇതാണോ? ഓ, ഇവിടെ എത്തി കണ്ടോ. ഇനി ഡ്രോൺ കൂടെ നമുക്ക് ഇനി അടുപ്പിക്കണമായിരിക്കും. ഇടിയുടെ വാഴേ, ഇടി. ഈ വാഴ ഇടിക്കത്തുമില്ല. ഇടി. ഓക്കെ, അവിടുത്തെ ബട്ടൺ ആക്ടിവേറ്റ്. ഓക്കെ, ക്രിയേറ്റീവ് ഏരിയ. ഏത് ഏരിയ ആണെങ്കിലും എനിക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് എന്നെ കൊണ്ടുപോകുന്നുള്ള ഉറപ്പായി. അതാരാ നമ്മളെ ഈ നോക്കുന്നേ ഗൈസ്? ഇത് മറ്റേ നമ്മുടെ ഈ പച്ച തത്തയില്ലല്ലോ, അതിൻ്റെ പേരെന്നെ എനിക്ക്. അയ്യോ, ഇതിൻ്റെ പേരെന്നായിരുന്നു ഗൈസ്? നമ്മളെ ഒളിഞ്ഞു പോകുന്നു. എനിക്ക് നാണോ വന്നു. ഒന്ന് പോവാ അവിടുന്ന്. വേണ്ട, ചുമന്ന ചേച്ചി അവിടെ ഇപ്പോൾ ഉണ്ട്. മാറിയേക്കാം. To join cannot barely commanded to breakable glass such as yellow glass. ഇവിടെ പൊട്ടിക്കാൻ പറ്റും ഇത്. ആ ബട്ടൺ ആക്ടിവേറ്റ് അല്ല, പിന്നെ നെക്കിനും കാര്യമില്ല. അത് പൊട്ടി ഞാൻ.
ഓക്കെ ഗൈസ്, നമ്മൾ ആ പച്ച തത്തേനെ കാണാം. പച്ച തത്തേനെ എക്സ്പ്ലോർ ചെയ്ത് വരാം ഗൈസ്. ദാണ്ട് അതാ ഒരു മുട്ടയ്ക്കകത്ത് നുണ്ണി വരുമോ? എടി ഇതെടുക്കണ്ടേ? എടുക്കണോ? ആ എടുക്കാമല്ലോ. ഒന്നേ ഇതെന്താ തന്നെ നമുക്ക് ദാണ്ടൊരു അടുത്ത മുട്ട. ഇത് ശരിക്കും പറഞ്ഞാൽ കാര്യം തന്നെയാ. കിളിയുടെ മൂട്ടി കൊണ്ടുപോയി വെക്കണോ? അതോ കിളി മുട്ട ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണോ? മുട്ടയിടുന്ന സ്ഥലം അവിടെ ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. കിളിയേ എന്നാ തിരിച്ചു കയറ്റിക്കേ. ഇവിടെ പേര് ഒപ്പീല പേടെന്നാ. ഓക്കെ, താണ്ട് അടുത്ത് മുട്ട. ഇവിടെ എന്താ? ഒപ്പീല ബേർഡ് ഈസ് അൺബിലീവബിളി ഹംഗ്രി, ഫീഡ് ഇറ്റ് 6x ടു ഗെറ്റ് യുവർ പ്രൈസ്. എൻ്റെ പ്രൈസാ മുട്ടയാണോ? 1 2 നമ്മൾ 2 താണ്ട് സ്ലൈഡിനെ ഉണ്ടാക്കിയതല്ലോ. 3 അടിച്ച് കയറ്റിയിട്ടുണ്ട്. 4 ഇവിടെ തന്നെ ഉണ്ടോ? ഇതെന്നാ ഗൈസ്? എന്നാ? ആ ബട്ടർ ആക്ടിവേറ്റ് ആയി. ഇപ്പം എത്ര മുട്ട അടിച്ച് കയറ്റിയെന്നു അറിയത്തില്ല. ഡ്രോണെ വന്ന് ഇടിച്ചേ ഈ വാഴ. ദാണ്ട് അടുത്ത മുട്ട. ഇപ്പം എത്ര മുട്ട? മാറിപ്പോയി. നീ ഡ്രോണെ സോറി. എന്നാ തിന്നെ. ഇതിപ്പം നമുക്ക് എന്നാ 5 6. ഇനി ഒരു മുട്ടയൊക്കെ വേണമായിരിക്കും ഇനി. ഇവിടെയൊക്കെ നമ്മൾ തപ്പിയാന്നല്ലോ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. കാഴ്ച കണ്ട് അടുത്ത മുട്ട കിട്ടി കാഴ്ച. നീ മുട്ട എടാ ഒപ്പിയിലൂടെ കേട്ടോ. നീ ഈ മുട്ടയിൽ അടിച്ച് കയറ്റുന്ന കൊള്ളാം. അവസാനം എന്നെ അറ്റാക്ക് ചെയ്യാമെന്നു. ഓക്കെ ഗൈസ്, ഇതന്നെയാ. ദാണ്ട് ഒരു സ്വർണ്ണ മുട്ട. അല്ല, സ്വർണ്ണ കീക്കാർഡ്. ഇതാണ് വേണ്ടി. ഓക്കെ മനസ്സിലായി. എനിക്കൊന്നും ഇവിടെ ഇത് മഞ്ഞ കീക്കാർഡ്. എനിക്കൊന്ന് അവിടെ ഒരു കീക്കാർഡ് ഉണ്ടോ? അതാണ്ട് ഇവിടെ ആയിട്ട് ദെൻഡി സിയർ. അത് ഞാൻ എപ്പോഴാണ് കണ്ടത്? നോട്ടി കോണർ. ഓടാതെ താൻ ഉടായ്പ പറയാം. ലോക ഉടായ്പ. കസാരയൊക്കെ. ഗൈസ് എന്താ ഇപ്പോൾ ഉണ്ടായി? മറ്റേ ഒപ്പിലെ ബേർഡ് അവിടെ ഇരിക്കുന്ന കണ്ടത് തന്നെ കണ്ടതിനെ. ഇവിടെ ഗൈസ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. ഇവൻ്റെ പേര് എന്നായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞില്ല ഗൈസ്, ഇവൻ്റെ പേര് ബെൻബൻ എന്നാണ്. മറ്റേ ഈ ചുമന്ന മനുഷ്യൻ മറ്റേ നമ്മുടെ ഒരു ചുറ്റിക പോലെ ഹാമർ പോലത്തെ സംഭവം വന്നിട്ട് ഇവനോട് എന്തൊക്കെ പറയാം. ഷെയർ ഇസ് യുവർ പാങ്ക്രിയാസ് ഈസ് മൈൻ. വൃത്തി കെട്ടാൽ പോളവാഴേ. പിന്നെ ഇവനാ മറ്റേ ഫിത്തിയെ കണ്ടേ. ക്യാപ്റ്റൻ ഫിഡിൽ സേസ് ഊഗ ബൂഗ ഊഗ. നീ ഏത് ബൂഗിയാണ്? അയ്യോ ഏനോ. ഇത് മറ്റേ വെള്ള ഷർട്ടിട്ട പുള്ളിക്കാരി. അതാണ് നമ്മൾ മറ്റേ കൊടുത്ത റിബണ്. എന്താണ് പുള്ളിക്കാരി തല വയ്ക്കുന്നത്? കൈൻഡ്നെസ് ഈസ് ഫ്രീ, സോ സ്പ്രിംഗിൾ ഇറ്റ് എവരി വേറെ. പുള്ളിക്കാരിനെ കണ്ടിട്ട് എനിക്ക് അതുകൊണ്ട് പിടിക്കുന്നില്ല. നമ്മുടെ ബട്ടൺ എന്തായാലും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വന്ന് അടി. എന്താ ഉണ്ടാകാൻ നോക്കാം. എന്താ ഓപ്പൺ ആയല്ലോ? ഗൈസ് ഓക്കെ. ആ ഗ്ലാസും കൂടെ പൊട്ടിച്ച് നമ്മൾ അതും പൊട്ടിച്ച് വേറെ ഡ്രോണും സമാധാനമായി. ചുറ്റിക്കടി ഇങ്ങനെ ഇവിടെ അടി ചുറ്റിക്കുണ്ട്. അതിൻ്റെ അടിച്ച് പൊട്ടിക്കണമായിരിക്കും ഇനി. ഓക്കെ ഗൈസ്, പൊട്ടിയിടോ. പൊട്ടി ഇത് പൊട്ടിക്കണോ? പൊട്ടിക്കണ്ടായെന്ന്. പ്രസ് ജമ്പ് ഐക്കൺ ടു ജമ്പ്. എന്തോ ജമ്പ് ഐക്കൺ. ഉപ്പിലെ ബേർഡ് സേസ് ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു മേക്ക് യുവർ സ്മൈൽ. എന്ന് വെച്ചാൽ കൊറോണ വൈറസ് വന്നു എന്നാലും അവിടെ നമുക്ക് ടാസ്ക് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ കയറി പോകാൻ പറ്റില്ല.
ഓ ഗൈസ് ആണ്ടിരിക്കും ഇവിടെ ഒരു കീ കാർഡിലുള്ള ഓപ്ഷൻ ഉണ്ട് ഗൈസ്. ഇത് ഇവൻ്റെ കാൽപാദമല്ലേ? എത്ര ഇതുണ്ട്? 1 2 3. ഓ ഗൈസ് ഇത് ഇവൻ്റെ തന്നെ. ഒപ്പിലപാട് സീനാവായിരുന്നാൽ മതിയത്. ഈ ബട്ടൺ എന്തായാലും നമ്മുടെ ജോലി അങ്ങനെ തീർന്നേക്കാം. കുട്ടി മറ്റേ ബെൻമെന് നമ്മളെ ആ റൂം നമ്മൾ കൊച്ചായിരുന്നു. നമ്മളെ ബെൻമെൻ 0 കളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആ മുറി കൂട്ടിയിട്ടേക്കും നമ്മളിപ്പോൾ. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ പേരൻ്റാണ് നമ്മൾ. ഓക്കെ, ഇത് ആക്ടിവേറ്റ് ആയി. ഇതേ കയറിയിരിക്കണമെന്ന്. ഓക്കെ, ഇനി ഏത് കാട്ടിലോട്ടാണോ പോകുന്നത്? താഴോട്ട് നോക്കിയിട്ട് തന്നെ പേടി. ഓ ഗൈസിൻ്റെ ബീജിയം അല്ല, മറ്റേ സൗണ്ടൊക്കെ വേറെ രീതിയിലായി. ഓക്കെ ഗൈസ്, നമ്മളതിന് ഏത് കാട്ടിക്കൊണ്ടേ വിടുമോ ഈ വാഴ? ഓ ബസ്സിൻ്റെ മറ്റേ ബ്രേക്ക് അടിച്ച് നിർത്താൻ റെഡി. വാട്ട് ഈസ് മൈ കളർ? ഓ ഇവരുടെ കളർ എനിക്ക് ഓർമ്മയുണ്ട്. ഈ മറ്റേ ബെൽമെൻ്റെ കളറ് ഇവന് മറ്റേ ചുമന്നതിന്. ഇവിടെ മറ്റേ വൈറ്റ് അടിച്ചാൽ മതി വെള്ള. വെള്ള എന്ത് ചെയ്യും? ആ വെള്ളയായി. ഇവൻ്റെ പേര് ജംബോ ജോഷ്. പല്ല് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടമാറ കൂട്ട്. പച്ച ഇവൻ്റെ കളറ്. ഓക്കെ, ഇവിടെ കളർ എനിക്ക് തോന്നുന്നു പിങ്ക് അല്ലായിരുന്നോ? ആ പിങ്ക്. പിന്നെ ഗൈസ് പിങ്ക് ആയാ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഓക്കെ പിങ്ക്. ഇവൻ്റെ എനിക്ക് തോന്നുന്നു പർപ്പിളായിരിക്കാം, എനിക്കറിയത്തില്ല. നമുക്ക് ഇവൻ്റെ പേര് സ്റ്റിങ്ങർ ഫ്ലെയിം. ഇവൻ്റെ കളർ ഓറഞ്ച്. നമുക്ക് ഓർമ്മ ഉണ്ടായില്ല. കുത്ത്. അയ്യോ ഗൈസ് പണിവാളി. ഓക്കെ ഇവൻ്റെ ഓറഞ്ച്. ഇവൻ്റെ ഇനി എന്തോ ഓർമ്മ ഗൈസ്. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതങ്ങ് വായിച്ചങ്ങ് പോവാം. നമ്മളെല്ലാ ഇതിലും കാണുന്നുണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് എ ഹോൾ. ഓ ഹോളോ? ഏത് ഹോളാണ് ഈ ഉദ്ദേശിക്കുന്നത്? ഈ താഴോട്ട് വരുന്ന ഹോളാണോ? ഹോൾ ബേഡിൻ്റെ ഹോൾ ഏതാ? ബട്ട് എവരി വൺ ലെഫ്റ്റ് മീ. എവരി വൺ ഹാവ് എ പാർട്ടി വിത്തൗട്ട് മീ. മിസ് മാൻസൺ സീ മീ ബട്ട് ഗോ. ഐ ആം സ്കേർഡ് ബിക്കോസ്. ബിക്കോസ് സ്പെല്ലിങ് തെറ്റാണല്ലോ. ഹോൾ ഈസ് ലൗഡ്. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നമ്മളെ നൈക്കയുടെ ലോഗമാണ് മറ്റേ ചുമന്ന മാർക്കിൽ മറ്റേ ലേബിൾ ചെയ്തിരിക്കുന്നത്. ലൗഡ് ആൻഡ് മൈ ഫ്രണ്ട്സ് സ്ക്രീം ഇൻ ബട്ട്. ആ അതെ. ഓ എനിക്കൊന്നും മനസ്സിലായില്ല. ഇവൻ്റെ കളർ തന്നെയാ. ഓക്കെ കറക്റ്റായി. ഓക്കെ ഗൈസ് കറക്റ്റായി. ഇനി കഴിഞ്ഞില്ലേ? ജോലി കഴിഞ്ഞില്ലേ? പോവാം വാ. ഓക്കെ ചടിക്കോ? അയ്യോ ഓക്കെ ചാത്ത്. അപ്പം ഗെയിം തുടങ്ങിയപ്പം നമ്മുടെ ആദ്യത്തെ മരണമാണ് ടി. ഏത് ഡി ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ ഗൈസ് T4. പൊപ്പിയുടെ അവിടെ വായി തന്നെ വന്നിട്ടുണ്ട്. ഓ നമ്മൾ ഇനി വീണ്ടെന്നാണ് പോകുന്നത്. ഓക്കെ ഗൈസ് നമ്മുടെ പറക്കം തള്ളിക്ക് കയറിയിരിക്കാം. നെക്കിക്കോ ഗൈസ്. അവിടെ എമർജൻസി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടറാണ്. ഒന്ന് പോയി കണ്ടിട്ട് വരും. കാണാൻ പറ്റി. ഞാൻ അത് വേണമെന്ന്. ഇതെന്നാ നമുക്ക് ഇപ്പം നോക്കാൻ പറ്റും ഗൈസ്? ഇപ്പം നമുക്ക് നോക്കാൻ പറ്റത്തില്ല. കണ്ടോ ഡ്രോണേ? ഓ ഡ്രോണ് മറ്റേ ഇഞ്ചാറ് സ്പീഡ്. ശേ ഞാൻ ഓർത്ത് മറ്റേ സീറ്റ് നമ്മളിരിക്കുന്ന മറ്റേ പരിപാടിക്കുന്നത്. നോക്കിക്കോ. ഓക്കെ ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട് പറക്കാൻ തള്ളിക്ക്. ഓക്കെ ഗൈസ്. ഓ ഗൈസ് നമ്മുടെ മറ്റേ പറക്കാൻ തള്ളിയുടെ കമ്പിയൊക്കെ ഇടിഞ്ഞ് മറ്റേ താഴെ വേറായെന്ന് തോന്നുന്നു. മറ്റേതിനൊരു കുഴപ്പമില്ല, ഇതിന് മാത്രം എന്ത് കുഴപ്പം? നമുക്ക് ചാടി ഇറങ്ങാൻ പറ്റും ഇവിടുന്ന്. ഓക്കെ ഗൈസ് ഇനി ഏത് കാട്ടിലോട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. ഓ നമ്മുടെ ഇതങ്ങ് തുറന്ന് കിട്ടി, ഓപ്പൺ ആയെന്ന് തോന്നുന്നു. ഗൈസ് ഒപ്പിലപാട്. എടാ കസാര എന്നെ കൊണ്ടുപോയി നമ്മളെന്തായാലും കൊണ്ടുപോയി നമ്മളെ ഇവിടെ കാണാതിരിക്കും. ഹായ്
മറ്റേ മറ്റേ ഒപ്പിലബേഡ് വന്നു, പുള്ളിക്കാരുടെ വായി ചെന്ന് കയറി കൊടുത്തു. നമ്മൾ അങ്ങനെ ചാവുകയും ചെയ്യുന്നു. ഇതൊന്ന് ഗൈസ്, നമ്മൾ ആ നിന്ന സൈഡിലായിട്ടൊരു ബട്ടണുണ്ട്. മിക്കവാറും ആ ബട്ടറെ പോയി നിൽക്കണമായിരിക്കും നമ്മളിനി. നമുക്ക് ആ സമയം കൊണ്ട് പോയി ഓടിക്കയറാൻ പറ്റിയില്ല. ചേ ഗൈസ്, നമ്മുടെ ബട്ടൺ ആക്ടിവേറ്റ് ആയിരുന്നു. പോയി നക്കിയേക്കാം. പോയിടി വാഴേ എടി. ഗൈസ് പണി മാളി. ഇതിങ്ങനെയൊന്നും അല്ല ഗൈസ്, പണി മാളി. എടാ മോനെ സോറി മോനെ, മനസ്സിന്ന് വിചാരിക്കത്. നമ്മൾ നേരത്തെ നമ്മളെ കാര്യമൊക്കെ ചെയ്തു. ഗൈസ് ഇവനെ ക്രോസ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പോവും. ഗൈസ് നമ്മൾ നക്കിയപ്പം അല്പം വൈകിപ്പോയി. ഫേസ് ടു ഫേസ് കൂട്ടാ വരുന്നോ? എന്നെ ഇങ്ങനെ നോക്കുന്നു, എനിക്ക് നാണം വരുന്നു. പുള്ളിക്കാരുടെ മോന്താണ് എനിക്ക് എന്തൊക്കെ തോന്നുന്നു. ഇതെന്നാ പുള്ളിക്കാരി 360 ഡിഗ്രി റൊട്ടേറ്റ്. ചേച്ചി കൂയി. ഗൈസ് നമ്മൾ ഞെട്ടിക്കളഞ്ഞു ഗൈസ്. ചേച്ചി കൂയി എന്ന് നമ്മൾ വിളിച്ച മാത്രമേ ഓർമ്മയുള്ളൂ. ഗൈസ് പുള്ളിക്കാരി അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളത് നിൽക്കേണ്ടി, ഇപ്പോഴാണ് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കത്. നമ്മൾ കണ്ട ഒരു കൗതുകത്തിന് പോയി നിൽക്കിയതാ. അതിങ്ങനെ ഒരു പ്രതീക്ഷ. ഇവിടെ നമ്മുടെ ബട്ടൺ എന്തായാലും ആക്ടിവേറ്റ് ആയില്ല. എടി ഒപ്പിയില്ല പേടേ, നിന്നെ എനിക്ക് തളയ്ക്കാൻ അറിയാം. നമ്മുടെ ബട്ടൺ ആക്ടിവേറ്റ് ഒന്നുമില്ല ഗൈസ്. ഫോൺ റെഡി ആയില്ലേ? ബട്ടൺ ആക്ടിവേറ്റ് അല്ല ഗൈസ്. ബട്ടൺ ആക്ടിവേറ്റ് അല്ല. അയ്യോ വേടാ, ബട്ടൺ ആക്ടിവേറ്റ് ആവടോ. ആക്ടിവേറ്റ് അയ്യോ ആക്ടിവേറ്റ് കണ്ടോ? നമ്മൾ ബിഗിനർ ആയതുകൊണ്ട് നമ്മളെ പിടിക്കത്തില്ല. കണ്ടോ? ധൈര്യം കൊണ്ട് വേണമെങ്കിൽ പിടിക്കടോ. ചോണാണെങ്കിൽ വന്ന് പിടിക്കടോ. തനിക്കിനെ പേടിയാ? വന്ന് പിടിയിടോ. പിടിക്കടാ, വാടോ. അയ്യേ പേടി ഗൈസ്. ചത്ത് അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നേരെ ഓക്കെ. ഈ വട്ടം ഇനി ഒപ്പിലബേഡ് വന്നാൽ നമ്മൾ ഓടും, അത്രേ ഉള്ളൂ. കണ്ടമഴി ഓടും. അത് ഏത് ഗുണാക്കയിലോട്ടാണെങ്കിലും. ഓണോ ഗെയിം ഓടാ പോവുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഗെയിം സ്റ്റാർട്ടായി. പിന്നെ എത്രാത്തോട്ടമാണ് ചാകുന്നത്? ഡ്രോണ റെഡി ആയില്ലേ? നമ്മളിനി വേണ്ടി പറക്കാൻ പോവുക. മറ്റേ ബീജാണ് മറ്റേ ഒപ്പിലബേഡ് മറ്റേ ബീജാണ്. ഒപ്പിലബേഡ് ഇതാണ് എന്നെ തട്ടാൻ വരുന്നു. വാവു, എന്നെ തട്ടാൻ പോവുകയാണ്. ചിക്കൻ മീനൊക്കെ അടിച്ച് കയറ്റുന്ന മാതിരി എന്നെ തട്ടാൻ പോവാണ്. പോയി നിൽക്കടാ ഡ്രോണ, പോയി നിൽക്കടാ. ഈ വാഴ നിൽക്കത്ത്. ഓക്കെ ചാടിക്ക്. അവിടെ ചേണ്ട എമർജൻസി പടഞ്ഞ നീങ്ങ. പുള്ളിക്കാരി എന്നോട്ടാ പോയെന്ന് പോലും നമുക്കറിയത്തില്ല. എന്തായാലും ഗുണക്കയിലോട്ട് എത്തിയിട്ടുണ്ട്. താഴെ ശബ്ദം കേട്ട്. ചേച്ചി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മളെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരാം. പെട്ടെന്ന് പുള്ളിക്കാരി കയറി വീണ് തോന്നുന്നു ഇന്നോട്ട്. അതിൻ്റെ കാൽപ്പാത അവിടെ കാണിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് എനിക്ക് തോന്നുന്നു നമുക്കെന്തോ കീക്കാർഡ് കിട്ടി. ഇനി ഇവിടെ ആക്സസ് ചെയ്യണം. ഈ പട്ടിയുടെ മുട്ടിലോട്ടാണ് ഇനി കയറി പോകുന്നത്. ഇവിടെ എന്താ ഗൈസ്? ഇവിടെ എന്താ സ്റ്റോർ? ഇവിടാണ് ഇനി പോകേണ്ടി. നമുക്ക് കിട്ടി കീക്കാർഡ് ഏതാണെന്ന് പോലും നമ്മൾ ശ്രദ്ധിച്ചെടുത്തില്ല. അത് വേറൊരു കാര്യം. കുത്ത് ഓപ്പണാവും വാഴേ. ഓപ്പണായി. ഇനി ഏത് കാട്ടാണോ ഇത് ഏത് കാടാ? ഇതെന്നാ ഓഫീസർ ഗൈസ്? ഇവിടെ നമുക്ക് കീ കാർഡ് ഇടാൻ പറ്റത്തില്ല ഗൈസ്. ബട്ട് എനിക്ക് തോന്നുന്നു മറ്റേ രീതി തന്നെ. മറ്റേ എനിക്ക് അപ്ലൈ തോന്നി ഇതിങ്ങനെ വരുമായിരിക്കുന്നത്. ഇനി ഞാൻ ബട്ടൺ ആക്ടിവേറ്റ് ആയിക്കണം. കീ കാർഡ് ഞാൻ ആക്ടിവേറ്റ് അല്ല. ഡ്രോണ വന്നിടി. ഐഡിയ എന്നെ മനസ്സിലായി. ഇനി ഇത് വന്ന് അങ്ങ് ഇടിക്കും. ഇനി എനിക്ക് തോന്നുന്നു ഇടി
ബട്ടൺ ആക്ടിവേറ്റ് ആയില്ലേ? അയ്യോ മാറിപ്പോയി. ഡ്രോണ വന്നിട്ട് കാര്യമില്ല. എന്നെക്കണോ? ഓ നമുക്ക് മറ്റേ പഴയ പോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻവിസിബിൾ വോൾ വെച്ചിട്ടുണ്ടോ? നമുക്ക് പോകാൻ പറ്റത്തില്ല കണ്ടോ. ഇനി ആ മറ്റേ ഒപ്പിലപ്പെട്ട് ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരാൻ പോയേക്കാണോ? മറ്റേ വണ്ടി എടുത്തോണ്ട് ഗൈസ് ഒന്നും വീഴുന്നില്ലല്ലേ ഇതുവരെയായിട്ട്? ഡ്രോണേ ഇതെന്നാ ഒരു ബൾബ്? ഇതെന്നാ? ഓ ഗൈസ് നമുക്ക് എലിവേറ്റർ കിട്ടി ഗൈസ്. നമുക്ക് കയറാൻ പറ്റുന്നത്. ആ കയറി വന്നിടി. എടീ വാഴ വന്ന് ഇടിക്കത്തുമില്ല. എടീ വാഴയെ കൊണ്ട് എടേ ആ ഉപ്പിലപ്പെട്ട് തിരിച്ചിട്ട് നമ്മൾ വന്ന് ഇടി. അതിന് വരും. അയ്യോ കായ്സ് അങ്ങനെ വന്നില്ല. ഇവിടെ മറ്റേ ബട്ടൺ ഉണ്ടായിരുന്നു. ഇതടഞ്ഞില്ല. ഈ പൊട്ടിപ്പൊളിഞ്ഞ എലിവേറ്റർ തന്നെയാണ് ഇത്. ഇതിങ്ങൊന്നും കായ്സ് മറ്റേ പണിക്കാരൻ ഏതാണ്ട് പൊട്ടിയൊക്കെ പൊളിഞ്ഞു. എനിക്ക് ഒപ്പിലപ്പെട്ട് വരുമോ കായ്സ്? ഇനി ഒപ്പിലപ്പെട്ട് വന്നിട്ട് അവിടെ വന്ന് ഒറ്റ ചാട്ടം ചാടണം. ഇത് ഗുണാക്കലിടാൻ പോന്നേ. താഴെ കെത്തി ഒപ്പിലവിടെ ചതിച്ചു. ഒപ്പിലവിടെ എലിവേറ്റർ അടിച്ചു പോയി ഗൈസ്. ഏതോ ഒരു മോൺസ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കാം. സൈറം മുഴങ്ങി. ഇതേത് പച്ചക്കറി ഗൈസ്? അവനെ മറ്റേ അയ്യോ അവൻ്റെ പേരെന്തായിരുന്നു? ജംബോ ജോഷ്. അവനാണെന്നോ ഗൈസ്. അവൻ്റെ വലുപ്പം കണ്ടോ? നമ്മുടെ ലിഫ്റ്റ് സൈറം അവൻ്റെ ഭാരം താങ്ങാൻ പറ്റും. നമ്മൾ ലിഫ്റ്റോട് മറന്നടിച്ചത് നേരെ ഗുണാക്കിയോട് ഞാൻ കയറി വീണ്. ഇപ്പം എന്താ ഉണ്ടായേ ഗൈസ്? പണിയായോ? ഓക്കെ ഗൈസ് ഇത് കണ്ടോ? താങ്ക്സ് ഫോർ പ്ലേയിങ് ഗാർഡൻ ഓഫ് പെൻമെൻ 2. താങ്ക്സ് പ്ലേ ഗാർഡൻ ഓഫ് പെൻമെൻ 2 ആഡ്. ഗൈസ് ഇവൻ്റെ തലയിൽ തൊപ്പിയാണ് മറ്റേ കട്ടൻ്റെ അവിടെ കാണുന്നത്. സോ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഇനി ഗാർഡൻ ഓഫ് പെൻമെൻ 2 ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ ഇനിയും വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഫോണല്ല മറ്റേ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കിട്ടിയില്ല. സോ ഗൈസ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.